നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വന്തം. വല്ലാത്തൊരു വിധിയാണ് ബ്രസീലിൻ്റേത്. സീനിയർ ടീമിന് പണി കിട്ടുന്നു, ജൂനിയർ ടീമിന് പണി കിട്ടുന്നു. അർജൻറ്റീന എടുത്തിട്ട് അലക്കുന്നു. ഏകപക്ഷീയമായ 6 ഗോളുകൾക്കാണ് അണ്ടർ 20 സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിൽ, അതായത് അണ്ടർ 20 കോപ്പ അമേരിക്കയിൽ ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ബ്രസീൽ അർജൻറ്റീനയോട് തോറ്റിരിക്കുന്നത് ഏകപക്ഷീയമായ 6 ഗോളുകൾക്ക്. ക്ലോഡിയോ എച്ചുവേരി പൊളിച്ചടുക്കി. അർജൻറ്റീനയുടെ സൂപ്പർ താരം 2 ഗോളുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. മത്സരത്തിൽ എച്ചുവേരി കൂടാതെ ഇയാൻ സുബിയാബ്രെ, അതുപോലെ റോബർട്ടോ ഹിഡാൽഗോ എന്നിവരാണ് അർജൻറ്റീനയ്ക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. ശേഷിക്കുന്ന ഗോള് ബ്രസീലിയൻ താരം സെറോട്ടയുടെ ഓൺ ഗോളായിട്ടാണ് രേഖപ്പെടുത്തിയത്. മത്സരത്തിൽ അർജൻറ്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോബർട്ടോ, ഒപ്പം എച്ചുവേരി, കാരിസോ, സുബിയാബ്രെ എന്നിവരൊക്കെയാണ് അണിനിരന്നത്. മറുഭാഗത്ത് ബ്രസീലിന് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സാന്റാന, റയാൻ, വെസ്ലി തുടങ്ങിയവരൊക്കെ അണിനിരന്നു. കളിയുടെ 6-ാമത്തെ മിനിറ്റിൽ തന്നെ ഇയാൻ സുബിയാബ്രയിലൂടെ അർജൻറ്റീന ലീഡ് പിടിച്ച് കഴിഞ്ഞിരുന്നു. 8-ാമത്തെ മിനിറ്റിൽ എച്ചുവേരിയുടെ ഗോൾ പിറക്കുന്നു. പിന്നെ 11-ാമത്തെ മിനിറ്റിൽ സെറോട്ടയുടെ ഗോൾ കൂടി വന്നതോടെ അർജൻറ്റീന കളി പിടിച്ച് കഴിഞ്ഞിരുന്നു. 52-ാമത്തെ മിനിറ്റിലാണ് റോബർട്ടോയുടെ ഗോൾ പിറക്കുന്നത്. 54-ാമത്തെ മിനിറ്റിൽ എച്ചുവേരി തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു. കളിയുടെ അവസാനത്തിൽ ഹിഡാൽഗോയ് കൂടി, അതായത് 78-ാമത്തെ മിനിറ്റിൽ ഹിഡാൽഗോയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 6 ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ അർജൻറ്റീന സ്വന്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ കോപ്പ അമേരിക്ക അണ്ടർ 20 കോപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് ബിയിൽ അർജൻറ്റീന കളിച്ച ആദ്യ കളി വിജയിച്ചു. 3 പോയിൻറ്റോടെ ഒന്നാമതാണ്. ഈക്വഡോറിന് 3 പോയിൻ്റ് ഉണ്ട്. ബ്രസീൽ ഇതാ തോറ്റിരിക്കുകയാണ്. ആദ്യ കളി കഴിയുമ്പോൾ അവർക്ക് പോയിൻറ്റുകളൊന്നുമില്ല എന്നുള്ളതാണ് അവസ്ഥ. ബ്രസീലിൻ്റെ അടുത്ത മത്സരം 27-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 2:30 ബൊളീവിയയ്ക്കെതിരെയാണെങ്കിൽ അർജൻറ്റീനയുടെ അടുത്ത മത്സരം വരുന്നത് 27-ാം തീയതി തന്നെയാണ്. പുലർച്ചെ 5 മണിക്ക് കൊളംബിയയ്ക്കെതിരെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.